നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡെവലപ്പിംഗ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഈ മൊഡ്യൂളിൽ നിന്ന് ഒരു 10 മാർക്കിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡെവലപ്പിംഗ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ശരിക്കൊന്ന് ശ്രദ്ധിക്കുക. അതിൽ 6 സ്റ്റെപ്പാണ്. ഈ 6 സ്റ്റെപ്പ് ആദ്യം ഇതേപോലെ തന്നെ എഴുതുക കേട്ടോ. നിങ്ങൾ ആൻസർ പേപ്പറുകളായി ആദ്യം 6 പോയിൻ്റ് ഇങ്ങനെ എഴുതി തീർക്കുക. എന്നിട്ട് ഓരോ പോയിൻറ്റും എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതേപോലെ തന്നെ എക്സാമിന് എഴുതുക. ആദ്യം 6 പോയിൻ്റ് ഇങ്ങനെ എഴുതുക, എന്നിട്ട് ഓരോ പോയിൻ്റ് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? ഐഡൻറ്റിഫൈയിങ് ദ ടാർഗറ്റ് ഓഡിയൻസ്. ഐഡൻറ്റിഫൈയിങ് ടാർഗറ്റ് ഓഡിയൻസ് അതെന്താണെന്ന് നോക്കാം. ഐഡൻറ്റിഫൈയിങ് ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈയിങ് ടാർഗറ്റ് ഓഡിയൻസ്, നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ട് അതിനെ അഡ്വർടൈസ് ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് ഈ പ്രൊഡക്റ്റിന് സ്യൂട്ടബിളായിട്ടുള്ള ഓഡിയൻസ് ആരാ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നോക്കണം. അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഐഡൻറ്റിഫൈയിങ് ആൻഡ് നോയിങ് ദ ടാർഗറ്റ് ഓഡിയൻസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് പ്രൈമറി സ്റ്റെപ്സ് ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് effective communication. Okay, the target audience may be a nice special public, individuals, group, buyers, or even prospects. Who the target audience is will determine the way the communication objective is fulfilled. That is, the target audience will be determinant of what will be said, how will be said, who will be said, through which media will be. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓഡിയൻസ് കറക്റ്റായിട്ട് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ കൊടുക്കണം, എന്താണ് നമ്മൾ അയക്കേണ്ടത്, എങ്ങനെ അയക്കേണ്ടത്, ഏത് മീഡിയയിലൂടെ അയക്കേണ്ടത്, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് നോക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഒരു സ്പൈസ് മിക്സസിൻ്റെ പ്രൊഡക്റ്റാണ്. സ്പൈസ് മിക്സസ്. അപ്പോൾ സ്പൈസ് മിക്സ് ചെയ്യുമ്പോൾ സ്പൈസിൻ്റെ പ്രൊഡക്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഓഡിയൻസ് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, വുമൺസ് ആയിരിക്കും. അപ്പോൾ വുമൺസിനെ ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ വുമൺസിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിപ്പോൾ ടെലിവിഷൻ കാണുന്ന സമയം നോക്കുക. ടെലിവിഷൻ വുമൺസ് ചിലപ്പം എന്താ പറയുക, സീരിയൽ എന്നൊക്കെ കാണുന്ന സമയമാണ് ഒരു 8 മണി 9:30 രാത്രി 8 o'clock to 9:30 or 10 o'clock. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്ത് നമ്മൾ ടെലിവിഷനിൽ ഇപ്പോൾ ആഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റാണ്, എക്സ്പെൻസീവാണ്, കാരണം പീക്ക് ടൈമാണത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുതിയ സ്മാർട്ട് ഫോണൊക്കെ വരുമ്പോൾ, ഒരു ഏറ്റവും അപ്ഡേറ്റഡ് മോഡലൊക്കെ വരുമ്പോൾ അത് നമ്മൾ യങ്സ്റ്റേഴ്സിനാണ്. അപ്പോൾ യങ്സ്റ്റേഴ്സിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാക്കുക, ആ സ്ട്രാറ്റജീസിന് ഡെവലപ്പ് ചെയ്യാനുള്ള ടാക്ടിക്സ് ഉണ്ടാക്കുക. ഓക്കെ, സെക്കൻഡ് പോയിൻ്റാണ് ഡിറ്റർമിനിങ് ദ കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവ്. നമ്മൾ ഓഡിയൻസിന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അടുത്തത് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത് നമ്മൾ എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക. അഥവാ നമ്മളിപ്പോൾ ഓഡിയൻസിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കിട്ടാൻ വേണ്ടിയിട്ട്, അവരിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ഫീച്ചേഴ്സൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് മെയിൻലി 6 സ്റ്റെപ്പിലൂടെയാണ് ഒരാൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. അതാണ് ഈ 6 സ്റ്റെപ്പ്. ഈ സ്റ്റേജസ് അവയർനെസ്. ഒന്ന് അവയർനെസ്, പ്രൊഡക്റ്റിനെ കുറിച്ച് അവയർനെസ്, നോളേജ്, ലൈക്കിങ്, പ്രിഫറൻസ്, കൺവിക്ഷൻ. ആ കൺവിക്ഷൻ, ഒരു ദൃഢമായിട്ടുള്ള തീരുമാനം വന്നു കഴിഞ്ഞാൽ ഫൈനലി എന്ത് ചെയ്യും, പർച്ചേസ്. ആദ്യം അവയർനെസ്, നോളജ്, ലൈക്കിങ്, പ്രിഫറൻസ്, കൺവിക്ഷൻ ആൻഡ് ഫൈനലി പർച്ചേസ്. ഈ രീതിയിലൂടെയാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിനെ അനുസരിച്ചുള്ള നമ്മളെന്ത് ചെയ്യുക, നമ്മൾ ടാർഗറ്റ്, നമുക്ക് ഓഡിയൻസിന് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ
നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ മൊബൈൽ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അവർ മാനുഫാക്ചർ ചെയ്തിട്ട് ആ മൊബൈൽ ഫോൺ നേരെ മാർക്കറ്റിലേക്ക് ഇറക്കല്ല ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ ഇറക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കോളേജിൽ ഒരു ടെക് ഫെസ്റ്റ് നടക്കുകയാണ്, അതിൻ്റെ ടീസർ ആദ്യം എന്ത് ചെയ്യും, റിലീസ് ചെയ്യും അല്ലേ. ആളുകളുടെ ഇടയിൽ ഒരു ഇന്തൂസിയാസം, ഒരു ആൻഷൈറ്റി ഈ പ്രൊഡക്റ്റിനെ കുറിച്ച്, ഇതെങ്ങനെയായിരിക്കും, ഇതിലെന്തായിരിക്കും, ഇതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയായിരിക്കും. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, അതിൻ്റെ സ്പീഡ് എങ്ങനെയായിരിക്കും, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ, അതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ലുക്ക് എങ്ങനെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു പ്രൊമോ വീഡിയോ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, ആളുകൾ അതിലേക്ക് അറ്റൻഷൻ. അപ്പോൾ ഈ പ്രൊമോ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാളിപ്പോൾ ഒരു പർച്ചേസ് ചെയ്യുക, ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ നിൽക്കുകയാണ്, ഇന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെയാണ് ഒരു പുതിയ മോഡലിൻ്റെ പ്രൊമോ വീഡിയോ ഇറങ്ങിയത്. ഓക്കെ, ഈ വീഡിയോ കണ്ടതോടെ അയാൾ എന്ത് ചെയ്ത്, ഏതായാലും ഒരാഴ്ചയും കൂടി വെയിറ്റ് ചെയ്യുക, പുതിയ സാധനം അതും കൂടി നോക്കിയിട്ടൊന്ന് വാങ്ങിക്കുക എന്ന് വിചാരിക്കും. അങ്ങനെ ആളുകൾ എന്ത് ചെയ്യുക, ക്യാച്ച് ചെയ്ത് നിൽക്കുക. ചിലപ്പോൾ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും, പിടിച്ചെടുക്കാൻ പറ്റും. അതൊക്കെ ഓരോ ടെക്നിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഒരു ടോപ്പിക്കല്ല, തേർഡ് പോയിൻ്റാണ് ഡിസൈനിങ് കമ്മ്യൂണിക്കേഷൻ മെസ്സേജ്. ഓഡിയൻസിന് സെറ്റ് ചെയ്ത് നമ്മൾ മെസ്സേജ് എന്താണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്ത്, പിന്നെ ഡിസൈനിങ് കമ്മ്യൂണിക്കേഷൻ മെസ്സേജ്. നമ്മൾ ഈ മെസ്സേജ് നമ്മൾ വെറുതെ എങ്ങനെയെങ്കിലും മെസ്സേജ് കൊടുക്കാൻ പറ്റില്ല. അത് കറക്റ്റായിട്ട് പിന്നെ നമ്മളെന്ത് ചെയ്യണം, അത് ആ മെസ്സേജ് വായിക്കുമ്പോൾ ആളെന്ത് ചെയ്യണം, അത് അയാൾക്ക് സ്ട്രൈക്ക് ചെയ്യണം. നമുക്ക് ഇപ്പോൾ നമുക്കൊരു ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളത് ഐഡിയൻ്റെതാണ്. മൈൻഡിൽ അങ്ങനെ പറയിപ്പിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഓരോ ഇതേപോലത്തെ ഓരോ ബ്രാൻഡിനും അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിനും ഇതേപോലത്തെ ഓരോ കോഡ്സ് ഉണ്ട്. ഇപ്പോൾ അക്കോർഡിംഗ് ടു AIDA അവർ ഇത് പറഞ്ഞു, A എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ, I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, D എന്ന് പറഞ്ഞാൽ ഡിസയർ, A എന്ന് പറഞ്ഞാൽ ആക്ഷൻ. അപ്പോൾ അതിന് നമ്മൾ ഓരോ സിമ്പിൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് കൊണ്ടുവരാം. പിന്നെ മെസ്സേജ് കണ്ടൻറ്റ്, communicators need to develop and appeal them, enable to organization to get a desired response from the customer. The 3 type of അപ്പീലുകളുണ്ട്. ഒന്ന് റാഷണലുണ്ട്, രണ്ടാമത് ഇമോഷണൽ, പിന്നെ മോറൽ. ഒന്ന് നമുക്ക് നോക്കാം, റാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റാഷണൽ അപ്പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദേ ഗിവ് ദ കൺസ്യൂമർ എ വാലിഡ് റീസൺ ടു ബൈ ദാറ്റ് ദ പ്രൊഡക്റ്റ്. അവരെന്ത് കൺസ്യൂമറിന് ഒരു വാലിഡ് റീസൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദ അപ്പീൽ ഷോസ് ഹൗ ദ പ്രൊഡക്റ്റ് വിൽ ഡെലിവർ ദ ഡിസൈർഡ് ബെനിഫിറ്റ് ടു ദ കൺസ്യൂമർ. അഥവാ ഈ പ്രൊഡക്റ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന ബെനിഫിറ്റ് കൺസ്യൂമറിന് കൊടുക്കുമോ, അതാണ്. ഓക്കെ, ഇമോഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് റിലേറ്റഡ് ടു ഇൻഡിവിജ്വൽ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ നീഡ് ഫോർ പർച്ചേസിങ് സെർട്ടൻ പ്രൊഡക്റ്റ് ഓർ സർവീസ് എന്ന് പറഞ്ഞാൽ this can be either negative or positive emotion. Positive emotions such as love, pride and joy are used to motivate the consumers. Negative emotion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമോഷൻ ലൈക്ക് ഫിയർ, ഗിൽറ്റ്, ഷെയിം യൂസ്ഡ് ടു കൺസ്യൂമർ ടു ബൈ ദ പ്രൊഡക്റ്റ് സർവീസ്. ഓക്കെ, ഇനി 4ാമത്തെ പോയിൻ്റാണ് മെസ്സേജ് സ്ട്രക്ചർ. എങ്ങനെയാണ് ആ മെസ്സേജ് സ്ട്രക്ചർ, എങ്ങനെ നമ്മൾ മെസ്സേജ് സ്ട്രക്ചർ ചെയ്യണം, ഇതൊക്കെ കൃത്യമായിട്ട് അവലോകനം ചെയ്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റിൻ്റെയും അഡ്വർടൈസ്മെൻറ്റ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് 3 രീതിയിൽ മെസ്സേജ് സ്ട്രക്ചർ. ഒന്ന്, വെദർ ദ മെസ്സേജ് ഷുഡ് ഡ്രോ ദ കൺക്ലൂഷൻ ഓർ ലീവ്. അഥവാ നമ്മൾ ചില മെസ്സേജിൽ ചില അഡ്വർടൈസ്മെൻറ്റിൽ നമുക്ക് അതിൽ കൺക്ലൂഷൻ
അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഇല്ലാത്ത മെസ്സേജ് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു, ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്രൊഡക്റ്റിന് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു, പക്ഷെ അത് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? ദെയർ ഓൺ കൺക്ലൂഷനിലേക്ക് എത്തും. അപ്പോൾ അത് ചിലപ്പോൾ എന്ത് ചെയ്യും? ഒന്നുകിൽ നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, സെക്കൻഡ് വേറെ രീതിയിലുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ വെദർ ടു പ്രസൻറ്റ് സ്ട്രോങ്ങസ്റ്റ് ആർഗ്യുമെൻറ്റ് അറ്റ് ദ ബിഗിനിങ് ഓർ അറ്റ് ദ എൻഡ്. സ്റ്റാർട്ടിങ്ങിലോ അവസാനത്തിലോ എന്താ പറയുക, സ്ട്രോങ്ങസ്റ്റ് ആർഗ്യുമെൻറ്റ് നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച്, ഫീച്ചേഴ്സിനെ കുറിച്ച് സ്ട്രോങ്ങസ്റ്റ് ആർഗ്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സ്ട്രോങ്ങസ്റ്റ് ആർഗ്യുമെൻറ്റ്, ബിഗിനിങ്ങിൽ സ്ട്രോങ്ങസ്റ്റ് ആർഗ്യുമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെന്താ എല്ലാവരും ചിലപ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. തുടക്കത്തിൽ നല്ലൊരു ആർഗ്യുമെൻ്റാണ് കൊടുക്കുന്നുണ്ട്, ഇതെന്താണെന്നുള്ളതൊന്ന് കേൾക്കാമെന്നുള്ളൊരു ധാരണ ഉണ്ടാവും. പക്ഷെ അപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സ് എന്ത് ചെയ്യും? ചിലപ്പോൾ മോശം ആൻറ്റി ക്ലൈമാക്സ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ തേർഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തേർഡ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡ് ആർഗ്യുമെൻറ്റ്, ടു സൈഡ് ആർഗ്യുമെൻറ്റ്, ഇങ്ങനെ രണ്ട് രീതിയിലുണ്ട്. വൺ സൈഡ് ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റിംഗ് ഓൺലി ദ പ്രൊഡക്റ്റ് സ്ട്രെങ്ത്ത്, ആ രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് കാണാൻ പറ്റും. ടു സൈഡ് ആർഗ്യുമെൻറ്റ് ഹൈലൈറ്റിംഗ് ദ സ്ട്രെങ്ത്ത് ബട്ട് ഓൾസോ പ്രസൻറ്റിംഗ് ദ ഷോർട്ട് കമ്മിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈലൈറ്റിംഗ് ദ സ്ട്രെങ്ത്ത് അല്ലേ, ഹൈലൈറ്റിംഗ് ദ സ്ട്രെങ്ത്ത് മറ്റേതിൽ ഷോർട്ട് കമ്മിങ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ സ്ട്രെങ്ത്ത് മാത്രം പറയുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആളുകൾ ഇവർ അവരുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നമ്മളതിൻ്റെ ഷോർട്ട് കമ്മിങ്സും കൂടി ഒരു അഡ്വർടൈസ്മെൻറ്റ് അതിൻ്റെ ഷോർട്ട് കമ്മിങ്സും അതിൻ്റെ സ്ട്രെങ്ത്തും ഷോർട്ട് കമ്മിങ്സും പറയുന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലാവുക? ഇവർക്ക് കുറച്ചും കൂടി ഇവർ പറയുന്നത് കുറച്ചുകൂടി ശരിയാവാൻ സാധ്യത ഉണ്ട്. അവർക്ക് കുറച്ചും കൂടി ക്രെഡിബിലിറ്റി കൊടുക്കാൻ സാധ്യതയുണ്ട്. കൺസ്യൂമേഴ്സ് കുറച്ചും കൂടി ക്രെഡിബിലിറ്റി കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് മെസ്സേജ് ഫോർമാറ്റ്. ഇപ്പോൾ മെസ്സേജ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് ഫോർമാറ്റ് ടു എ ലാർജ് എക്സ്റ്റെൻസ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ മീഡിയ ഈസ് ബീയിങ് ക്യാരിഡ്. ഇൻ കേസ് ഓഫ് പ്രിൻ്റ് അഡ്വർടൈസ്മെൻറ്റ് ദ ഡിസിഷൻ അബൌട്ട് ഹാൻഡ്ലിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം കണ്ടൻറ്റ് വേണം. ഇപ്പോൾ പ്രിൻ്റ് അഡ്വർടൈസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ഹെഡിങ് ലൈൻ അത് ക്യാപ്ചർ ചെയ്യുന്ന ഹെഡിങ് ആയിരിക്കണം. എത്ര കോപ്പി, അതിൻ്റെ കളറ്, അപ്പോൾ കളറിലെ അറ്റൻഷൻസ്, കളറിലൂടെ ആളുകളെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ റേഡിയോ ആണെന്നുണ്ടെങ്കിൽ ചോയ്സ് ഓഫ് വേർഡ്സ്, റേഡിയോയിലൂടെ ചോയ്സ് ഓഫ് വേർഡ്സ്, സൗണ്ട്സ്, വോയിസ് വുഡ് ബി ഇമ്പോർട്ടൻറ്റ്. ടെലിവിഷനിലാണെന്നുണ്ടെങ്കിൽ പിന്നെ എബോവ് ദ എലിമെൻറ്റ്സ് ഓഫ് ബോഡി ലാംഗ്വേജ്, ഡ്രസ് കോഡ്, കോസ്റ്റ്യൂംസ്, അതൊക്കെ ആദ്യം പ്ലാൻ ചെയ്യും. ഓക്കെ, ഇനി അഞ്ചാമത്താണ് സെലക്ടിങ് കമ്മ്യൂണിക്കേഷൻ ചാനൽ, ചൂസിങ് മീഡിയ. ഏത് രീതിയിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്? അതിൽ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പേഴ്സണലും നോൺ പേഴ്സണലും. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പേര്, 2 or more people കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ഇപ്പോൾ നമ്മൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അദ്ദേഹം ബാക്കിയുള്ളവരായിട്ട് സംസാരിക്കുന്നു, ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ്, അല്ലെങ്കിൽ ടെലിഫോണിലൂടെ, അല്ലെങ്കിൽ ത്രൂ ദ ഇൻ്റർനെറ്റിലൂടെ. അപ്പോൾ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ടെലിഫോണിലൂടെ, ഇൻ്റർനെറ്റിലൂടെ, ഇതൊക്കെയാണ് പേഴ്സണൽ ചാനൽസ് എന്ന് പറഞ്ഞത്. പേഴ്സണൽ ചാനൽസ് മേ ഓർ മേ നോട്ട് ബി കൺട്രോൾഡ് ബൈ ദ ഓർഗനൈസേഷൻ. അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചാനൽസ് ലൈക്ക് സെയിൽസ് പേഴ്സണ്, അപ്പോൾ അത് എന്താ പറയുക, ഓർഗനൈസേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ അഡ്വർടൈസ്മെൻറ്റ്. ഇനി അഥവാ നമുക്ക് അതിൽ കറക്റ്റ് വേർഡിങ്സ് എന്ത് പറയണം, ഏത് രീതിയിൽ പറയണം, എന്തെല്ലാം ഫീച്ചേഴ്സ് പറയണം എന്നുള്ളതൊക്കെ ഓർഗനൈസേഷന് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ് മേ റീച്ച് ദ ബയേഴ്സ് ത്രൂ ദെയർ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നൈബേഴ്സ്, അതർ acquaintance. The channels is called of word of mouth influence. This channel cannot be controlled by the organization. Okay, ഇനി അടുത്ത
ഇത് പറഞ്ഞിട്ടുള്ളത് ഇത് പേഴ്സണലാണ് കേട്ടോ, നോൺ പേഴ്സണലാണ് ഇവിടെ. നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അതെന്ന് പറഞ്ഞാൽ ആർ മീഡിയ ക്യാരി ദ മെസ്സേജ് വിതൗട്ട് പേഴ്സണൽ കോണ്ടാക്ട് ഓർ ഫീഡ്ബാക്ക്. They include major media events. Major include print media like newspaper, magazine, broadcast media, television, display, billboard, hoardings, sign, poster, ഓൺലൈൻ മീഡിയ ലൈക്ക് ഇമെയിൽ, വെബ്സൈറ്റ്, ഈ രീതിയിലൊക്കെ. ഓക്കെ, ഇനി വേറെ ഒരു സംഭവമാണ് സെലക്ടിങ്. അതിലൊരു ടോപ്പിക്കാണ് സെലക്ടിങ് മെസ്സേജ് സോഴ്സ്. എങ്ങനെയാണ് മെസ്സേജ് സോഴ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ സിമ്പിളായിട്ടുള്ള രീതിയിലൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ ടൂത്ത് പേസ്റ്റാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഒരു ഡെൻറ്റിസ്റ്റിനെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൽ ഡെൻറ്റിസ്റ്റുകളെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു സ്പോർട്സ് ഐറ്റംസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മളെ പ്രൊഡക്റ്റ് സ്പോർട്സ് ഐറ്റംസാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ല സ്പോർട്സ്മാനാണ്. ഓക്കെ, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആളുകളെ സെറ്റ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അവസാനത്തെ പോയിൻ്റാണ് കളക്റ്റിംഗ് ഫീഡ്ബാക്ക്. നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസോ എന്തെങ്കിലും കറക്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ കറപ്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതുമാത്രമല്ല, നമുക്ക് ചില കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഫീഡ്ബാക്കിലൂടെ അത് നമുക്ക് പോസിറ്റീവാക്കി കൊണ്ടുവന്നിട്ട് കസ്റ്റമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഫീഡ്ബാക്ക് നമ്മൾ എന്താ പറയുക, ഏത് രീതിയിൽ നമുക്ക് ചെയ്യണം. വാട്ട് ഡു ദേ റീകോൾ ഫ്രം ദ മെസ്സേജ്, ഹൗ ദേ ഫെൽറ്റ് ആഫ്റ്റർ സീയിങ് ദ മെസ്സേജ്, നമ്മൾ അവരെ റെസ്പോണ്ട് ചെയ്യിക്കുന്നത്. ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നമ്മൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങിയാലും അതിനൊരു ഫീഡ്ബാക്ക് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് വെറുതെ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കും. നമുക്ക് തോന്നുന്ന ഫീഡ്ബാക്ക് എന്താണോ അത് കറക്റ്റായിട്ട് കൊടുക്കുക. എന്നാൽ അവർക്ക് മേക്കപ്പ് ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ഫീഡ്ബാക്ക് നമ്മൾ നല്ല ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ള ചിന്താഗതി നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയൊന്നും ബെനിഫിറ്റൊന്നും തരില്ല. അങ്ങനെയൊന്നും കമ്പനി ബെനിഫിറ്റ് കൊടുക്കാൻ നിൽക്കൊന്നുമില്ല. അപ്പോൾ നമ്മളെപ്പോഴും കറക്റ്റ് ഫീഡ്ബാക്ക് എന്താ, നമുക്ക് മോശമാണെന്നുണ്ടെങ്കിൽ മോശം തന്നെ കൊടുക്കണം, നല്ലതാണെങ്കിൽ നല്ലത് കൊടുക്കുക, ആവറേജ് ആണെങ്കിൽ ആവറേജ്, എന്താണോ നമുക്ക് തോന്നുന്നത് അതങ്ങനെ കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ 6 സ്റ്റെപ്പുകൾ: ഒന്ന് ഐഡൻറ്റിഫൈയിങ് ടാർഗറ്റ് ഓഡിയൻസ്, രണ്ടാമത്തെ ഡിറ്റർമിൻ ദ കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവ്, മൂന്നാമത്തെ ഡിസൈനിങ് എ മെസ്സേജ്, ചോസിങ് മീഡിയ, സെലക്ടിങ് മെസ്സേജ് സോഴ്സ്, കളക്ടിങ് ഫീഡ്ബാക്ക്. അപ്പോൾ ഇത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യനാണ്. നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് 10 മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും. ഓക്കെ.